നമസ്കാരം കുട്ടികളെ, ഇന്നിപ്പോൾ നമ്മൾ വളരെ മനോഹരമായ സ്നേഹത്തെയും സഹാനുഭൂതിയെയും കുറിച്ചുള്ള എ ഡോൾസ് ജേർണി അഥവാ പാവയുടെ യാത്ര എന്ന കഥയെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ലോകോത്തര എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്കയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. എഴുത്തുകാരൻ ഒരു കൊച്ചുകുട്ടിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി നടത്തിയ മനോഹരമായൊരു ഇടപെടലാണ് ഈ കഥയുടെ കാതൽ. ഇതൊരു ചെറിയ കഥയാണെങ്കിലും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു സന്ദേശമാണ്. ഒരു ശനിയാഴ്ച ബെർലിനിലെ പാർക്കിൽ വെച്ച് ഫ്രാൻസ് കാഫ്ക തന്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ കരയുന്ന ഒരു കൊച്ചുകുട്ടിയെ കണ്ടുമുട്ടുന്നു. പാവയെ ഒരുമിച്ച് തിരഞ്ഞിട്ടും കിട്ടാതായപ്പോൾ കാഫ്ക ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തി. പാവ ലോകം ചുറ്റാൻ പോലതാണെന്ന് കാണിച്ചുകൊണ്ട് കാഫ്ക സ്വന്തമായി എഴുതിയൊരു കത്ത് ബെഞ്ചിനടിയിൽ നിന്ന് കിട്ടിയതായി അഭിനയിച്ചു. തുടർന്ന് ദിവസങ്ങളോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെന്ന പോലെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കത്തുകൾ കാഫ്ക കുട്ടിക്കായി എഴുതിക്കൊണ്ടിരുന്നു. ഈ കത്തുകൾ അവളെ ഏറെ സന്തോഷിപ്പിച്ചു. എന്നാൽ പാവയെ നേരിൽ കാണാനാകാത്തതിലുള്ള സങ്കടം കാരണം അവൾക്ക് പതിയെ വിഷാദമായി. ഒടുവിൽ ഈ കത്തെഴുത്ത് നിർത്തേണ്ട സമയം വന്നപ്പോൾ പാവയ്ക്ക് വിവാഹനിശ്ചയം കഴിഞ്ഞെന്നും അവൾ സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്നും കാഫ്ക അവളെ അറിയിച്ചു. പാവയുടെ സന്തോഷവാർത്ത അറിഞ്ഞപ്പോൾ കുട്ടിയും പൂർണ്ണമായും സന്തുഷ്ടിയായി. സന്ദേശം: നഷ്ടപ്പെട്ട ഒന്നിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യത്തേക്കാൾ മനോഹരമായ ഒരു കഥയാണ് ആശ്വാസം നൽകുന്നത്. ഇവിടെ കാഫ്ക തന്റെ സർഗാത്മകത ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ ദുഃഖത്തെ സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞ ഒരാശ്വാസമാക്കി മാറ്റുകയാണ്. പാഠഭാഗത്തിന്റെ മലയാള അർത്ഥം ഞാൻ വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യ രംഗം: നഷ്ടവും ആശ്വാസവും. ശനിയാഴ്ച വൈകുന്നേരം ബെർലിൻ നഗരത്തിലെ പാർക്കിലൂടെ കാഫ്ക നടക്കുകയാണ്. അവിടെ അദ്ദേഹം കണ്ടത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിലവിളിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കാഫ്ക അവളുടെ കൂടെ ചേർന്ന് പാവയെ ഒരുപാട് തിരഞ്ഞു. പക്ഷെ ഫലമുണ്ടായില്ല. കാഫ്ക അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം വന്ന് വീണ്ടും തിരച്ചിൽ തുടരാമെന്ന് വാക്കു നൽകി. രണ്ടാം രംഗം: പാവയുടെ കത്ത്. പിറ്റേന്ന് വൈകുന്നേരം അവർ വീണ്ടും പാർക്കിൽ കണ്ടു. കുറച്ചു സമയം തിരഞ്ഞതിനു ശേഷം കാഫ്ക ബെഞ്ചിനടിയിൽ നിന്നൊരു കത്ത് കിട്ടിയതായി അഭിനയിച്ചു. അദ്ദേഹം തന്നെയാണ് ആ കത്ത് തയ്യാറാക്കിയത്. പാവയുടെ പേരിൽ എഴുതിയ ആ കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ലോകം ചുറ്റിയുള്ള ഒരു യാത്രയിലാണ്. ഇതൊരു വലിയ സാഹസിക യാത്രയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാ കഥകളും നിന്നോട് പറയാം. ഈ കത്ത് കുത്തിയെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. മൂന്നാം രംഗം: തുടർച്ചയായ യാത്രകളും പരിണാമവും. തുടർന്ന് ദിവസങ്ങൾ കാഫ്ക പാവയുടെ പേരിൽ കുട്ടിക്കായി കത്തുകൾ എഴുതി നൽകി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ പാവയുടെ സാഹസിക യാത്രകളെക്കുറിച്ചായിരുന്നു അതിലെല്ലാം. ഈ കത്തുകൾ അവളെ ആഹ്ലാദത്തിൽ ആഴ്ത്തിയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ പാവയെ കാണാൻ കഴിയാത്തതിൽ അവൾ അസ്വസ്ഥയായി. അവൾ വിഷാദമോഖിയാകാൻ തുടങ്ങി. എക്കാലവും കത്തുകൾ എഴുതി ഈ കളവ തുടരാനാവില്ലെന്ന് കാഫ്കയ്ക്ക് മനസ്സിലായി. അവസാന രംഗം: ഒരു പുതിയ ജീവിതം. കുറച്ചു ദിവസത്തേക്ക് കത്തുകളില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം കാഫ്ക സന്തോഷവാർത്തയുമായി എത്തി. പാവയ്ക്ക് വിവാഹം ഉറപ്പിച്ചെന്ന് അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു. ഒരു യാത്രക്കിടയിൽ വെച്ചായിരുന്നു താൻ പാവയെ കണ്ടുമുട്ടിയത്. വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിനെ പാവ തനിക്ക് പരിചയപ്പെടുത്തി. വിവാഹൊരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അവൾക്ക് കത്തെഴുതാൻ കഴിയാത്തതെന്നും ഒരുക്കങ്ങൾ കഴിഞ്ഞാൽ ഉടൻ കത്തെഴുതാമെന്നും പാവ പറഞ്ഞിട്ടുണ്ടെന്ന് കാഫ്ക അറിയിച്ചു. പാവയുടെ പുതിയ ജീവിതത്തിലെ സന്തോഷം അറിഞ്ഞപ്പോൾ കുട്ടിയും പൂർണ്ണമായും സന്തുഷ്ടിയായി. നഷ്ടപ്പെട്ട പാവയല്ല, മറിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സുഹൃത്താണ് അവൾക്ക് മുന്നിൽ ഉയർന്നുവന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രവും കത്തുകൾ എഴുതിയ വ്യക്തിയുമായ ഫ്രാൻസ് കാഫ്ക ജർമ്മൻ ഭാഷയിലെ എക്കാലത്തെ മഹാനായ എഴുത്തുകാരനാണ്. ജനനം 1883 പ്രാഗിലാണ് അദ്ദേഹം ജനിച്ചത്. കൃതികൾ ദ മെറ്റമോർഫസിസ്, ദ ട്രയൽ, ദ കാസിൽ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികൾ. സാഹിത്യ സവിശേഷത: അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പൊതുവെ മനുഷ്യന്റെ ഒറ്റപ്പെടൽ, ഭയം, അസംബന്ധമായ നിയമങ്ങൾക്കും ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനും മുന്നിലുള്ള നിസ്സഹായതയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലെ ഈ അന്തരീക്ഷത്തെ സൂചിപ്പിക്കാനാണ് കാഫ്കീസ്ക് എന്ന വാക്കുതന്നെ ലോകസാഹിത്യത്തിൽ രൂപംപ്പെട്ടത്. വ്യക്തിത്വം: ഈ കഥയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലെ ഭയന്നോരമായ ലോകത്തുനിന്ന് വ്യത്യസ്തമായി ഒരു കൊച്ചുകുട്ടിയുടെ കാഫ്ക കാണിച്ച അതിമഹത്തായ ദയയും സ്നേഹവുമാണ്. നഷ്ടപ്പെട്ടതിന്റെ വേദന മാറ്റാൻ വേണ്ടി അദ്ദേഹം സ്വയം ഒരു കഥാപാത്രമായി മാറിയത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം കാണിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.